ദിവസമായിട്ടോ ഞങ്ങൾ എന്താ ഐസ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക എന്നല്ല നടക്കാറില്ല കേട്ടോ. ഒരു വട്ടം ഞാൻ അത് പരീക്ഷിച്ചു. എൻ്റെ ഇടയിൽ നിതാരക്കുട്ടി ഇതാ ഫ്രിഡ്ജിൻ്റെ മുട്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. തുറക്കുന്നു അടയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ കാണാതെ കേട്ടോ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയത് അർഷയുടെ വീട്ടിൽ കേട്ടോ. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ നിതാരക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് ഞങ്ങളിതാ സാരിയൊക്കെ ഇതാ കറക്റ്റ് അയൺ ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. നാളെയാണ് കേട്ടോ നമ്മുടെ കല്യാണം. ഇന്ന് ഞങ്ങൾക്ക് ഇതാ വൈകുന്നേരത്ത് ഇതാ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പരിപാടിയില്ലേ, അതിന് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ധൃതി പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളത് അർഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാ പുരിയൊക്കെ ഒന്ന് ത്രെഡ് ചെയ്ത് തന്നു കേട്ടോ. പിന്നെ അത് അന്വേഷിച്ച കലാപരിപാടി തുടങ്ങി കേട്ടോ. എന്തോ ഒരു പാക്ക് എന്ന് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ വൈറലായ പാക്ക് ഉണ്ടല്ലോ, മുട്ടയുടെ വെള്ളയും പിന്നെ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ മുഖത്തെ പരീക്ഷണങ്ങളൊക്കെ സക്സസ് ആയതുകൊണ്ട് തന്നെ ധന്യേച്ചു ഇത് പാക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് അറഞ്ചും പുറഞ്ചും ചിരിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരത്തെ തലേ ദിവസം പരിപാടിക്ക് പോയിട്ടോ. നിതാരക്കുട്ടിയുടെ പാപ്പൻ ഒരുപാട് വിളിച്ചെങ്കിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പിള്ളേർ. ഒരു ജാതി സ്വഭാവമായിട്ട് ചില നേരത്ത്. കാരണം എന്താ വെച്ചാൽ അവർ എത്രയോ വട്ടം വിളിച്ചാൽ ഇവള് മൈൻഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി, എന്ത് ചെയ്യാനാണ്. പിന്നെ ഞങ്ങളിതാ വേറെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ എത്ര വർത്താനം പറഞ്ഞാലും അങ്ങോട്ട്